രണ്ടാമത്തെ പട്ടണം ബസറയാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. നമ്മുടെ വൈശിഷ്ട്യമായ രണ്ടാമത്തെ പട്ടണം ബസറയാണ്. എന്താണ് ബസറ? ഇറാഖിലെ ബസറ. ലോകത്തിലെ ആദ്യത്തെ റസൂൽ കടന്നു വന്ന നഗരമാണ് ബസറ. സഹോദരാ, ഇതൊന്നും രാക്കഥകളും കുട്ടിക്കഥകളും മായാവി കഥകളുമല്ല. 1500 വർഷങ്ങൾക്ക് മുമ്പ് വരാനിരിക്കുന്ന ലോകത്തിന്റെ ഗതിവിഗതികളുടെ ചുവരെടുത്തുകള് തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണുകൾ കൊണ്ട് തിരിച്ചറിഞ്ഞ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു റസൂലിന്റെ കാല് പതിഞ്ഞ മണ്ണാണ് ബസറ. ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മണ്ണാണ് ബസറ. ആദ്യത്തെ ശരീഅത്ത് കടന്നു വന്ന മണ്ണാണ് ബസറ. ശറഅലകും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹ. ഈ ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകളെ വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇത് കബീർ ബാക്കവിയുടെ വകയല്ല. ശറഅലകും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹ. ഈ നൂഹ് നബി ശരീഅത്തുമായി കടന്നു വന്ന മണ്ണാണ് ബസറ. മണ്ണാണ് ബസറ. ഈ ലോക ചരിത്രത്തിന് അതുകൊണ്ട് തന്നെയാണ് അധിനിവേശ ശക്തികൾ ഇറാഖിനെ പിടിച്ചടക്കിയത്, ഇറാഖിന്റെ മേൽ അധിനിവേശം നടത്തിയത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ജലപ്രളയമുണ്ടാകുന്ന അടുപ്പെവിടെയാ? ഹത്താ ഇദാ ജാ അംറുനാ വഫാറത് തന്നൂർ. ആ തന്തൂരി അടുപ്പിന്റെ സൗദി അറേബ്യ കഴിഞ്ഞാൽ ഇസ്ലാമിക നാഗരികതയുടെ ഏറ്റവും വലിയ തിരുശേഷിപ്പുള്ള നാടാണ് ബസറ. ആ ബസറയും മിസ്റും എന്നാണോ തകരുന്നത്? ഹലക ദുനിയാ എന്നാണ് ദുനിയാവിന്റെ തകർച്ച. ആസിയ ബിൻത് മസാഹിബ് റളിയല്ലാഹു അൻഹയുടെ മണ്ണാണ്. മലത്തിക്കടത്തിയിട്ട് മാറിലേക്ക് മൂർച്ചയുള്ള ആയുധം കുത്തിയിറക്കുന്ന നേരത്ത് എനിക്ക് എന്റെ റബ്ബിന്റെ അടുത്ത് ഭവനം വേണമെന്ന് പറഞ്ഞ ആസിയ ബീവി കേവലം 40 കിലോമീറ്റർ നീളമുള്ള 18 കിലോമീറ്റർ വീതിയുള്ള 5 ലക്ഷത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഫലസ്തീനിന്റെ മണ്ണില് 735 ദിവസങ്ങളായി അമേരിക്കയുടെ ജാരസന്താനമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളുടെ മുമ്പില് കല്ലും കവണും ഉപയോഗിച്ച് ടിന്തിപാതയിലൂടെ ചെറുത്ത് നിൽക്കുന്ന ഫലസ്തീൻ മുജാഹിദുകളെ കീഴടക്കാൻ നോക്കിയിട്ട് ഇസ്രയേലുണ്ട്. ആ ഇസ്രയേലിന്റെ പിഴച്ചുവെട്ട് തന്ന അമേരിക്കയുണ്ട്. യുകെയും ഫ്രാൻസും അടക്കമുള്ള ഇസ്ലാമിക വെറി കൊണ്ട് കണ്ണുമങ്ങലിച്ചു പോയ പാശ്ചാത്യ രാഷ്ട്രങ്ങൾ ആയുധവും ആളും നൽകി രഹസ്യമായും പരസ്യമായും നടത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ ഫലസ്തീനിന്റെ മണ്ണേടെന്നറിയോ? ആ ഫലസ്തീനിന്റെ മണ്ണില് പ്രിയപ്പെട്ട ഭർത്താവ് ഇങ്ങനെ നടന്നു വരുന്ന നേരത്ത് ഭർത്താവിനെ കാണാൻ ഭാര്യ ഒരു സൈഡിൽ നിന്ന് ഓടിയെടുക്കുന്നു, ഇപ്പുറത്തുനിന്ന് വാപ്പാനെ കാണാൻ മോളോടിയെടുക്കുന്നു. രണ്ടുപേരുടെയും മുമ്പിലേക്ക് 2 കൈയും നീട്ടി ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുമ്പോ ആകാശത്ത് നിന്ന് പാഞ്ഞു വന്ന മിസൈലുകളേറ്റ് ആ നിരപരാധിയായ മനുഷ്യന്റെ ശിരസ് പൊട്ടിത്തകർന്ന് താഴെ വീഴുമ്പോ 2 ഭാഗത്ത് നിന്ന് ഓടി വന്ന ഭാര്യയും മകളും ഓടി വന്നിട്ട് നമ്മൾ സാധാരണ കാണുന്നത് പോലെ ഉമ്മ മകളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞില്ല, മകൾ ഉമ്മാന്റെ തോളിലേക്ക് തലചായ്ച്ചില്ല. ഓടി വന്നിട്ട് നടുവിൽ കിടന്ന അവസാനത്തെ പിടച്ചിൽ പിടയുന്ന പിതാവിന്റെ കൈവിരലിൽ പിടിച്ചിട്ട് ഭർത്താവിന്റെ വലത്തെ കൈയിൽ പിടിച്ചിട്ട് ആ ചിതറിത്തെറിച്ച ശരീരത്തിന്റെ മുമ്പിലിരുന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ വചനമുറക്കെ പറഞ്ഞ് 2 പേരും ചേർത്ത് പിടിച്ചിട്ട് പൊയ്ക്കോളൂ പൊയ്ക്കോളൂ, നാളെ ഞങ്ങൾ സ്വർഗത്തിന്റെ കവാടത്തിൽ കണ്ടോളാം ഉപ്പ എന്ന് ചിതറിത്തെറിച്ച് കിടക്കുന്ന ഭർത്താവിന്റെ മൃതശരീരത്തിന്റെ മുമ്പിൽ ഒരു തുള്ളി കണ്ണീരില്ലാതെ ഒരു ഭാര്യക്ക് പറയാൻ കഴിയണമെങ്കിൽ അവര് ജീവിതത്തിൽ ഈമാൻ പിടിച്ച ആസിയ ബീവിയുടെ ചരിത്രത്തിൽ നിന്നാണ്. അവരുടെ പൂർവികരായി വന്നത് ഫറോവയുടെ മുമ്പിൽ ചഞ്ചല ചിത്തയല്ലാണ്, അചഞ്ചല ചിത്തയായി നിന്ന ആസിയ ബിൻത് മദാഹിബിന്റെ പിന്തലമുറക്കാരാ.